അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം ഖബറടക്കി. 7 ദിവസത്തെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ഖമനയുടെ ജന്മസ്ഥലമായ ഷിയ പുണ്യനഗരം മാഷദിൽ ഖബറടക്കം നടന്നത്. മഷാദിലെ ഇമാം റിസ പള്ളിയിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഇറാൻ, ഇറാഖ് രാജ്യങ്ങളിൽ വിവിധയിടങ്ങളിൽ നടന്ന വിലാപയാത്രയ്ക്കിടെ ഏകദേശം 15 ലക്ഷം പേർ പങ്കെടുത്തെന്നാണ് കണക്കാക്കുന്നത്. ഖമനയ്ക്കൊപ്പം ഭാര്യയുടെയും മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങളും ഖബറടക്കിയിരുന്നു. മൃതദേഹം വഹിച്ചുള്ള വിമാനം യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് മഷാദിൽ എത്തിച്ചത്. ഖമനയുടെ ശവമഞ്ചം വഹിച്ചെത്തിയ വിമാനത്തിന് അകമ്പടിയായി യുദ്ധവിമാനങ്ങൾ എത്തുന്ന വീഡിയോയും ഇറാൻ പുറത്തുവിട്ടിരുന്നു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ആയത്തുള്ള ഖമനയുടെ മകനും നിലവിലെ ഇറാൻ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനയി ചടങ്ങിൽ പങ്കെടുത്തില്ല. വൻ ജനത്തിരക്ക് കാരണം ഖമനയുടെ സംസ്കാര ചടങ്ങ് വൈകിയതായി ഇറാന്റെ സർക്കാർ ടെലിവിഷൻ അറിയിച്ചിരുന്നു. രാവിലെ നടത്താനിരുന്ന ചടങ്ങ് ജനങ്ങളുടെ തിരക്ക് മൂലം നീണ്ടുപോവുകയായിരുന്നു. ഇതോടെ ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്കും ഔദ്യോഗിക ദുഃഖാചരണ ചടങ്ങുകൾക്കും സമാപനം ആയതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ ലംഘിക്കപ്പെടുകയും അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും കനത്ത സൈനിക സംഘർഷം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആദ്യഘട്ട വ്യോമാക്രമണത്തിലാണ് ഖമനയി കൊല്ലപ്പെട്ടത്. ഇന്നലെ മഷാദിലെ ജനക്കൂട്ടം നിറഞ്ഞ തെരുവുകളിലൂടെ ഖമനയുടെ ഭൗതിക ശരീരം അടങ്ങിയ പെട്ടി വിലാപയാത്രയായി ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. വിലാപയാത്ര നയിച്ച വാഹനത്തിന് ഇരുവശത്തുമായി നിരവധി പുരോഹിതന്മാർ നീങ്ങിയപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇറാന്റെ ദേശീയ പതാകകളും ഖമേനിയുടെ ചിത്രങ്ങളും വിപ്ലവ മുദ്രാവാക്യങ്ങൾ എഴുതിയ ചുവന്ന പ്ലക്കാർഡുകളും ഏന്തി അതിന് പുറകെ ഉണ്ടായിരുന്നു. മഷാദിലെ വിലാപയാത്രയ്ക്കിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ പ്രതികാര മുദ്രാവാക്യങ്ങളും മുഴക്കിയിരുന്നു. പരമോന്നത നേതാവിന്റെ രക്തത്തിന്മേൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഡൊണാൾഡ് ട്രംപ്, ഞങ്ങൾ നിന്നെ വധിക്കും എന്ന് ജനക്കൂട്ടം ആക്രോശിച്ചിരുന്നു. ചില വനിതകൾ ട്രംപിനെ കൊല്ലണം എന്ന് എഴുതിയ പ്ലക്കാർഡുകളും കൈകളിലേന്തിയിരുന്നു. സന്ധ്യ മയങ്ങിയതോടെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വലിയ മുറ്റം വിലാപയാത്രയിൽ പങ്കെടുത്തവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഉച്ചഭാഷിണികളിലൂടെയുള്ള വിലാപഗാനങ്ങൾക്കൊപ്പം അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യങ്ങളും അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടു. ജനക്കൂട്ടം നിറഞ്ഞ തെരുവിലൂടെ മുന്നോട്ട് നീങ്ങാൻ പ്രയാസമായതിനെ തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഉള്ളിലുള്ള നീല ടൈലുകൾ പാകിയ ആർച്ച് മാതൃകയിലുള്ള പ്രത്യേക അറയിലേക്ക് ഖമേനിയുടെ ശവപ്പെട്ടിയുമായി ഹെലികോപ്റ്ററിലാണ് എത്തിയത്. ഖമേനിയുടെ മൂത്ത മകൻ മൊസ്തഫയാണ് ജനങ്ങൾക്ക് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ദേശീയ പതാക പുതപ്പിച്ച ശവപ്പെട്ടി പുരുഷന്മാർ തീർത്ഥാടന കേന്ദ്രത്തിനുള്ളിലേക്ക് ചുമലിലേറ്റി കൊണ്ടുപോയി. ആ സമയം ഉള്ളിലുണ്ടായിരുന്ന പലരും മെഴുകുതിരികൾ കൈകളിലേന്തി ശവപ്പെട്ടിയിൽ തൊട്ട് പൊട്ടിക്കരയുകയായിരുന്നു. ഖമേനിയുടെ ജന്മനാടായ മഷാദിൽ സ്ഥിതി ചെയ്യുന്ന ഇമാം റസ തീർത്ഥാടന കേന്ദ്രം ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഷിയ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. ഷിയ ദൈവശാസ്ത്രത്തിൽ രക്തസാക്ഷിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ ശത്രുക്കളുടെ കൈകളാലുള്ള ഖമേനിയുടെ മരണത്തെ മതപരവും രാഷ്ട്രീയവുമായ പാരമ്പര്യത്തിലാണ് ഇറാൻ ഭരണകൂടം അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനാണ് ഇതോടെ അന്ത്യം കുറിക്കുന്നത്. ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന് 10 വർഷത്തിന് ശേഷം 1989-ലാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവാകുന്നത്. തന്റെ ഭരണകാലയളവിൽ രാജ്യത്തെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക അധികാരങ്ങളെല്ലാം പരമോന്നത നേതാവിന്റെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെയും പാർലമെന്റിന്റെയും അധികാരങ്ങളെ അദ്ദേഹം ഓരോ ഘട്ടങ്ങളായി ഇല്ലാതാക്കുകയായിരുന്നു. തന്റെ ഭരണകാലത്ത് ഉടനീളം വലിയ സ്വാധീനം ചെലുത്തിയ IRGC-യുമായി ചേർന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥിതി ശക്തമാക്കിയത്. റവല്യൂഷണറി ഗാർഡ്സിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് മുജ്തബ ഖമനയി ഇപ്പോൾ പുതിയ പരമോന്നത നേതാവായി ചുമതല ഏറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇറാന്റെ രാഷ്ട്രീയ തന്ത്രപ്രധാന തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ നിർണായക ശക്തി ഈ സൈനിക വിഭാഗമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. പിതാവിന്റെ മരണശേഷം മാർച്ച് ആദ്യവാരത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മതകാര്യ സമിതി പ്രഖ്യാപിച്ച മുജ്തബ ഖമനയി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട പ്രസ്താവനകൾ പുറത്തുവരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളോ വീഡിയോകളോ ഓഡിയോ റെക്കോർഡിങ്ങുകളോ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ടെഹ്റാനിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം പിതാവ് കൊല്ലപ്പെട്ട അതേ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ മുജ്തബക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കൈകാലുകൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണം ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല എന്നാണ് സൂചനകൾ. ഭാവിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാവുന്ന മറ്റ് ആക്രമണങ്ങൾ മുന്നിൽ കണ്ട് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ അദ്ദേഹത്തിന് കനത്ത സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്.